ഏത് ദുനിയാവിലാണ് ഹിമാറിന്റെ വീട്? അവന്റെ പേരാണെങ്കിൽ സസ്യം. നാട്ടിൽ മുഴുവൻ സസ്യമാരെ തട്ടിത്തടഞ്ഞ് വീഴും മനുഷ്യൻ. ഹലോ ഹലോ, ഒറ്റ മിനിറ്റ്. ഈ സസ്യന്റെ വീട് എവിടെയാ? കള്ളിഷാപ്പ് എവിടെയാ? സസ്യന്റെ വീട് കള്ളിഷാപ്പ് എവിടെയെന്ന് പറഞ്ഞാ ശശിയുടെ വീട് പറഞ്ഞുതരാം. ബാറ് പൂട്ടിയായിരുന്നു ഭയങ്കര വിഷമണുക്ക. 2 എണ്ണം അടിച്ചില്ലെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ കിടന്ന് പിറക്കും. അതാണ് കള്ളിഷാപ്പ് ചോദിച്ചത്. ഹലോ, ഒറ്റ മിനിറ്റ്. ഈ കള്ളിഷാപ്പ് എവിടെയാ? അല്ലേ? ഹലോ, ശശിന്റെ വീട് പറഞ്ഞിട്ട് പോയി. എന്ത് ശശി, ഏത് ശശി? ഇക്കാക്ക് വേണി വാ എന്റെ കൂടെ. 2 കുപ്പി അടിച്ചാൽ ഇക്കാക്ക് എല്ലാ വഴിയും മനസ്സിലാവും. മനുഷ്യന്മാര് ദുനിയാവില് ഈ സസ്യനെ നേടെ പോയിട്ട് പെറുക്കാനാണ് പഠിച്ചോനെ. സസ്യേ, സസ്യേ, അല്ല, ആരും മൊയ്തിക്കോ? ഇതെന്താ ഇവിടെ? എന്റെ സസ്യ എത്ര നേരടോ അന്നം തിരിഞ്ഞ് നടക്കണ. ഏടെ എന്റെ പേര? അല്ല, അതെന്തിനാ എന്റെ വീട് അന്വേഷിക്കുന്നത്? നമ്മളെ മുഹമ്മദേ ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കായ് മുയുമേ നമ്മൾ RT ഓഫീസിൽ ഫൈൻ അടയ്ക്കാണ് ഇപ്പോ. അതെന്താ നേർച്ച കാശ? നേർച്ച ഒന്നല്ല, നമ്മളാർക്കാ കാറ് വിറ്റേ? എനിക്ക്. അല്ലേ? എന്നിട്ട് ഇജ്ജെന്താ അതിന്റെ ആർച്ച എന്റെ പേരിലേക്ക് മാറ്റാത്ത? ആ കാർ ഞാൻ വിറ്റില്ലേ? ആർക്ക്? സത്യശീലിന്. ഏത് സത്യശീലേ? ഏത് സത്യശീലനായാലും വേണ്ടില്ല, ഓൻ ആളൊരു ഹിമാറാണ്. അനക്ക് ഞമ്മളാണ് കാറ് വിറ്റ്. ഇന്റെ കൂടെ അല്ല മൊയ്തുക്ക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. എനിക്ക് കല്യാണത്തിന് പോകാൻ. കല്യാണം അൻ്റെതൊന്നും അല്ലല്ലോ, അന്റെ കല്യാണം ഒന്നും അല്ലല്ലോ. അല്ലേ? ഇവിടെ അമ്മക്ക് പ്രസവേന, മോന് റിയാലിറ്റി സേവന. ഇന്റെ കൂടെ വാ. അവിടെ നിക്ക് സാറേ. നിങ്ങൾ നമ്മളെ നോക്കി ചിരിക്കാണ്ട് ആർച്ചി മാറ്റാനുള്ള ഏർപ്പാട് നോക്കിയത്. ഇല്ലെങ്കിൽ ഇപ്പൊ വണ്ടിക്കാളെ അല്ല, പിന്നെ ഓടി കഴിച്ചിലാവുന്നു. എന്താ സാറേ, ആ വണ്ടി വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ അത് പണി മുടക്കി. അതുകൊണ്ട് ഞാനത് വിറ്റു. എടോ, എന്തായാലും മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന വാഹനം താൻ വാങ്ങുമ്പോ അതിന്റെ RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തം തനിക്കാ. അത് ആക്രി കടക്കാർക്ക് പോലും വേണ്ട സാറേ. എടോ കൊടുക്ക്, ഇന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു. വണ്ടിനെ പറഞ്ഞുണ്ടല്ലോ. പിന്നെന്തിനാ നിങ്ങൾ ആ വണ്ടി വിറ്റേ? അത് നമ്മളെ മോന് ഗൾഫ് പോവാൻ കായ്ക്ക് വേണ്ടി വിറ്റാണ് സാറേ. ആക്രി വണ്ടി വിറ്റ കാശുണ്ടാ ഗൾഫിൽ പോകുന്നേ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുന്നാറമോൻ ഗൾഫിൽ നിന്ന് ഉടനെ വരേണ്ടി വരും. ഈ നിലയ്ക്കാണ് ആ വണ്ടി പോകുന്നതെങ്കിൽ എന്തൊക്കെ ഗുണമാനം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ എന്റെ രാമ. ചെയ്തടാ, എന്തായാലും നമ്മുടെ ഈ മൊയ്തു ആളെയും കൂട്ടി വന്നതല്ലേ, RC ഓണർഷിപ്പ് ചേഞ്ച് ഉള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തോ. ശരി, 2 ഫോട്ടോ വേണം, ID പ്രൂഫും വേണം. RC എവിടെ? കൈവിട് മൊയ്തുക്ക, എന്നാലും എടുക്കാൻ പറ്റുമോ? ഒന്നെടുക്ക്. അത് ഞാൻ കാറ് വിറ്റപ്പോ സത്യശീലിന് കൊടുത്തു. എന്റെ അടുത്തില്ല. ഓൻ പോയി സാറേ. ഓൻ പോയി. ഇനിയിപ്പോ നമ്മളെന്താക്കൂ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഫാസ്റ്റ് ട്രാക്ക് വഴി ഞാനെല്ലാം ശരിയാക്കി തരില്ലേ. എങ്ങനെ? ഇങ്ങനെ മൂക്കുപൊടി ഉണ്ടോ? കാശ് ചെലവാക്കേണ്ടി വരും. പറ്റുമോ? എത്ര വേണ്ടി വരൂ? അതൊരു 5, 8, 10 ഇടിച്ച് അത് ചെയ്തടാ. 10 ചെലവാക്കേണ്ടി വരും. 10 എന്ന് പറയുമ്പോ 10,000. 10,000 രൂപ. അപ്പൊ ഒക്കെ ശരിയാവും. നമ്മളെ മോൻ രക്ഷപ്പെടും. എന്നാ ഞാൻ ഉണ്ടാക്കിട്ട് വരാം കേട്ടോ. നിങ്ങളൊക്കെ പള്ളം നിറച്ചു തരാം. ശരി. അവിടെ കസേര ഉണ്ടായി തട്ടി താഴെ വേണ്ട. ഇതാരായി വഴിയിൽ കൊണ്ടുവന്ന് കസേര ഇട്ടത്? വഴിയിലോ? ഇത് ഓഫീസാണിത്. എന്നത് ആദ്യം പറയണ്ടേ? അമ്മാവ, ഞാൻ വരുമ്പോ പറഞ്ഞില്ലേ ഓഫീസിലേക്കാണെന്ന്. ചെവി കേൾക്കാത്തതിന് ഞാനാ കുറ്റക്കാരൻ. നോക്കി നടക്ക്. ഒരു ലൈസൻസ് തരുവാ? അമ്മാവൻ അതെ, ഈ പ്രായത്തില് ലൈസൻസ് എടുക്കാൻ വന്നതാ. വേദനിക്കുന്ന കോടീശ്വരൻ. ഓഹോ, റോട്ടിൽ കൂടെ പോകുന്ന വല്ലതും കാണുമോ? ഈ സാരി ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുണ്ട്. ഈ ശരീരത്തിന് ചേർന്നത് തന്നെ. പിന്നെ കാതിലിട്ടിരിക്കുന്ന 2 വലിയ കിടുങ്ങാമണി, അതും നല്ലതല്ല. ആരും കണ്ണു കാണില്ല എന്ന് പറയില്ലല്ലോ. കാണേണ്ടതൊക്കെ കാണേണ്ട സമയത്ത് കൃത്യമായിട്ട് കാണും. പക്ഷെ റോഡ് പെണ്ണല്ലോ സാറെ. കയ്യിനും കാലിനൊക്കെ നല്ല ബല. ലൈസൻസ് കൊടുക്കാല്ലേ? എങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നെ എത്തിയിട്ട് പിടിച്ചൂടെ? അത് പറ്റില്ല. ഒരു കമ്പി പോലും ഒഴിവാക്കേണ്ട, എല്ലാ കമ്പിയും തട്ടി താഴും. ശരി, അപ്പൊ കണ്ണടച്ചേക്കാം. സാറെ കണ്ണടക്കി സാറേ. കണ്ണടക്കണതിനനുസരിച്ച് കയ്യിലിങ്ങനെ വെയിറ്റ് കൂടി കൂടി വരും. കോടീശ്വരൻ. അമ്മാവോ, ലേണിംഗും ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ലൈസൻസ് വീട്ടിലെത്തും. ഒക്കെ റെഡി ആയി. വാ വാ, ഇങ്ങോട്ട് നടക്ക്. സാറേ. നഗുമോ ഓ മോഗണലേ
ഓ ഭയങ്കര സന്തോഷാണല്ലോ സാറിന്. നല്ല നല്ല ടീംസ് വരുമ്പോൾ നമുക്ക് സന്തോഷം കൂടും. എനിക്ക് തോന്നുന്നില്ല അത് ഇന്ന് നടക്കുന്നു. അതാ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ തന്നെ വടിയാവും. ഇങ്ങനെയൊന്നും പറയുന്നു. ലൈസൻസ് കൊടുത്തിട്ട് പണി ആയിക്കോട്ടെ. ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ഉറപ്പായിട്ട് ഉപയോഗിക്കും. ഹലോ. നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത്? ചുമ്മാ വിളിച്ചതാടാ. ഞാനിവിടെ ഒരു കൂറ ഓഫീസിൽ നിൽക്കുകയാണ്. ഇവിടെ പുറത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പൊ എനിക്ക് നിന്നെ വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചുമ്മാ വിളിച്ചതാ. ഓക്കെടാ, ബൈ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. RTO മന്മഥനുണ്ടോ? സാർ പുറത്തു പോയിരിക്കുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ആനപ്പുറത്താണോ കുതിരപ്പുറത്താണോ? അതെവിടെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? ഡ്യൂട്ടിയിലായിരിക്കും. ശരി, ജോയിൻ RTO. സാർ ഇപ്പൊ വരും. എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? അല്ല, ഇവിടെ ഇത്രയും ആളുകൾ ഇരിപ്പുണ്ടല്ലോ. സാർ എന്തിനാണ് ഇല്ലാത്ത ആളുകൾ അന്വേഷിക്കുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആരാണ്? എന്റെ പേര് സത്യശീലൻ. പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. എന്റെ വീട് കൊടുമ്പാണ്. കൊടുമ്പ്. ഞാനൊരു കാർ വാങ്ങിച്ചിരുന്നു. അതിന്റെ RC എന്റെ പേരിലേക്ക് ആക്കിയിട്ടില്ല. ഓഹോ, അത് ശരി. വൺ മിസ്റ്റർ മൊയ്തുവിന്റെ മകൻ മുഹമ്മദിന്റെ പേരിലുള്ള ആശയാണോ? ഇത് മറ്റേ കക്ഷിയാ. ഒന്ന് നമസ്കരിച്ചേക്കാം. വലിയ പുള്ളിയാ. നമസ്കാരം. അല്ല, താനെന്താ ചെരുപ്പിട്ടിട്ട് കയറിയേക്കണേ? അവിടെ ബോർഡ് വെച്ചത് കണ്ടില്ലേ? ബോർഡ് വെച്ചത് കണ്ടു, അതുകൊണ്ടാണ് ചെരുപ്പിട്ടകത്ത് കയറിയത്. RC ചേഞ്ച് ചെയ്യണമെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ? അത് നിയമമാണ്. അത് നിയമമാണെന്ന് അറിയാം സാർ, അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാത്തത്. നിയമം അനുസരിക്കാനുള്ളതല്ലേ? ഒരു നിയമവും എനിക്ക് അനുസരിക്കാനുള്ളതല്ല. ഞാനൊരു പ്രത്യേക ടൈപ്പാ. ഒന്നും എനിക്ക് ബാധകമല്ല. എന്നോട് പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കില്ല. ചെയ്യരുതെന്ന് പറയുന്നതേ ചെയ്യൂ. പോകരുതെന്ന് പറഞ്ഞാൽ പോകും. നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കും. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും. ഓഹോ, അതെന്താ? അത് ഇതിന് വിഷയമല്ല. നിങ്ങൾ ആ മൊയ്തുവിന്റെ വണ്ടി എടുത്ത് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്? എന്തഭ്യാസം? നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുകയില്ല. ഓവർ സ്പീഡാണ്. സിഗ്നലിൽ നിർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. ഉണ്ട്, പക്ഷെ എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഡ്രൈവിംഗ് ഞാൻ എൻജോയ് ചെയ്യുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പാടില്ലാകളാണ്. പക്ഷെ എനിക്ക് പാടുവോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും അനുസരിക്കില്ലായിരുന്നു. അപ്പൊ റൂൾസ് വയലേറ്റ് ചെയ്യലാണ് തന്റെ പ്രധാന ഹോബി അല്ലേ? ഓക്കെ, ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താണ്? RC എന്റെ പേരിലേക്ക് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല എന്ന് നിങ്ങളോട് പറയാം. പിന്നെ ഞാൻ റോട്ടിലുണ്ടാവും. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കും. ഞാൻ സാറിനോട് പറയാം. സാറിന് ഇത്തരം പ്ലേകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. സാർ ഒരു ഗെയിം അഡിക്റ്ററാ. അപ്പൊ ഓക്കെ, ബൈ. ഈ പുകല ഞാൻ എടുത്തോട്ടെ? എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. ഇതെന്ത് സാധനം? ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനൊരു ജീവിയെ. അയ്യോ, എന്താണ്? ടിഫിൻ മറന്നോ? അയ്യോ, അതല്ല സാറേ, ആ മൊയ്തു പിന്നെ വരുന്നുണ്ട്. കൂടെ തടിച്ചിട്ടൊരാളും. കണ്ടിട്ട് ഗുണ്ടയാണെന്ന് തോന്നുന്നു. പ്രശ്നമാവൂ? കണ്ടിട്ട് പ്രശ്നമാവണ പോലെ ഉണ്ട്. എനിക്കൊരു പേടിയാവണം സാറേ. എവിടെയെങ്കിലും വിളിച്ചാണോ? ശീതളൻ സാറേ. ഹലോ മൊയ്തു, ഞാനൊരു ഫയൽ തരികയായിരുന്നു. ഉത്തരവാദിത്വം. ഇതാരാണ്? ഇത് നമ്മളെ മോനാണ്, മുഹമ്മദ്. ദുബായിൽ നിന്ന് വന്നത്. താങ്കളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും. സാറേ, ദുബായിൽ എന്റെ ജോലി പോയി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഇപ്പോ 2-3 കേസും കൂടിയായി. അയ്യോ, നമ്മളെ മൻമഥൻ സാർ ലീവിലാണോ? ഇല്ല, ഡ്യൂട്ടിയിലുണ്ട്. അതൊന്ന് വിളിക്കും. മൻമഥൻ സാറേ. എന്താ ചെയ്തടാ? ഒന്ന് വരണം, ഒരു ഗസ്റ്റ് ഉണ്ട്. നമസ്കാരം. നമ്മളൊരു സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി വന്ന അതിന് കുറച്ച് മധുരമായിട്ടാണ് നമ്മൾ വന്നത്. മോനെ കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അല്ല, ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി. അതുമല്ല. അപ്പൊ മുതൽ കല്യാണം. അതുമല്ല. പിന്നെന്താ? ആ സത്യശീലനെ നമ്മൾ പിടിച്ചു. മറ്റേ സത്യശീലൻ? അയ്യോ, ആകാശത്തിൽ കൂടെ പറക്കുകയായിരുന്നല്ലോ. എങ്ങനെ സംഭവിച്ചു? അതൊക്കെ നമ്മൾ പിടിച്ചു സാറേ. എന്നാലും എന്റെ മൊയ്തു, എന്റെ ഒരു ചേസ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? അതിന് പിടിച്ച സ്ഥിതിക്ക് ആളെ ഇങ്ങോട്ട് കൈയോടെ കൊണ്ടുപോവാ. പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അതങ്ങനെയാണ്. പിന്നെ എവിടെയാണ് നിങ്ങൾ വരി, നമുക്ക് കാണാം. എവിടെ? ലഡു നിന്നുകൊണ്ട് ഇങ്ങോട്ട് പോരുന്ന എല്ലാരും. വരി സാറേ, മോനെ.
എന്നാലും എൻ്റെ സത്യശീല, നിന്നെ ചേസ് ചെയ്ത് പിടിക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് നടക്കാതെ പോയത്. കാലില്ല. ഈ ശരീരത്തിൽ മരുന്ന് വെക്കാൻ പോലും സ്ഥലമില്ലല്ലോ സത്യശീല. നമ്മൾ അന്നൊന്ന് ശരിക്കും കാണാൻ വേണ്ടി നിൽക്കുകയാണ് സത്യശീല. അന്നെ കാണാൻ നോക്കുമ്പോഴേക്ക് മിന്നൽ പോലെയാണല്ലോ പോക്ക്. മോനെ, ഇതാണ് നമ്മൾ ഇത്രയും കാലം ഓടിച്ച താരം കേട്ടോ. ഇനി അപ്പൊ അധികം വൈകിക്കണ്ട, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ചിലപ്പോ ബോധം പോയാലോ? ഒപ്പിടണം. അതെങ്ങനെ ഒപ്പിടും സാറേ? കൈയോട്ട് പറ്റില്ല. ഒപ്പിടാനൊക്കെയുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. കൈയോട്ട് വയ്യ. പിടിച്ചോ ഇത്. ഞങ്ങളെയൊക്കെ കുറെ വേദനിപ്പിച്ചതല്ലേ മോനെ സത്യശീല. ഇനി പറ, എങ്ങനെയാ ഇത് സംഭവിച്ചേ? യൂട്ടേൺ എടുക്കുന്ന സമയത്ത് റിയർവ്യൂ മിററിലൂടെ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടാൻ അനുവദിക്കണം. പിന്നെ വലതുവശത്തേക്ക് സിഗ്നൽ കൊടുത്ത് എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പൊ യൂട്ടേൺ എടുത്തതാണല്ലേ? ഓ, പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോ എല്ലാത്തിനെയും കടത്തിവിടാൻ അനുവദിക്കണം. ട്രാഫിക് റൂൾസ്. പിന്നെ പതുക്കെ മെയിൻ റോഡിലേക്ക് കടക്കാൻ പാടുള്ളൂ. വെരി ഗുഡ്. മുമ്പിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർ സിഗ്നൽ തന്നാൽ മാത്രമേ ആ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വളവ്, തിരിവ്, പാലം, ജംഗ്ഷൻ അവിടെ ഒന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ആ സിറ്റിയിലാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് 35 കിലോമീറ്റർ. എക്സലന്റ്. ഇനിയുണ്ട്. ചുവപ്പ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി ചവിട്ടി നിർത്തണം. മഞ്ഞ വര തൊടാനോ മുറിച്ചു കിടക്കാനോ പാടില്ല. പിന്നെ ലഹരി വസ്തുക്കൾ, ലഹരി സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാനേ പാടില്ല. വെരി വെരി കറക്റ്റ്. ഈ നിയമങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ വരും. ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? എല്ലാം ഇതിലുണ്ടല്ലോ. എന്റെ സത്യശീല, താൻ പാടില്ലാത്തതെല്ലാം പാടും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നന്നായി പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മൂക്കിൽ തന്നെ നല്ല പാടുണ്ട്. എന്തായാലും സത്യശീലന് കിട്ടേണ്ടത് കിട്ടിയപ്പോ സത്യശീലൻ നന്നായി. ഇനി മൊയ്തും കൂടി നന്നായാൽ RC ബുക്ക് നന്നാവും. അപ്പൊ നിങ്ങൾ ഈ ജമ്മത്തിൽ നന്നാവാനുള്ള പരിപാടി ചെയ്യാം. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.